ഹായ് സഹോസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ നിൽക്കുന്നത് പൈങ്ങോട്ടൂരുള്ള സെന്റ് ജോസഫ് സ്കൂൾ അല്ലേ സ്കൂളാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന +1 പഠിക്കുന്ന എൽഡ, +2 പഠിക്കുന്ന എൽഡ ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെ എത്രയാണ് പഠിക്കുന്നത്? 7, 5, 5, 6. ഈ പുറകിലുള്ള സഹോസ് ഇവർ പഠിക്കുന്ന 7ാം ക്ലാസ് ഉണ്ട്, 5ാം ക്ലാസ് ഉണ്ട്, 6ാം ക്ലാസ്സുകാരുണ്ട്. നിങ്ങൾക്ക് സുഖമല്ലേ? സഹോസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ എൽഡയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. എൽഡ പഠിക്കുന്ന +2 പഠിക്കുന്നു. കഴിഞ്ഞ ദിവസം എൽഡയ്ക്ക് വീട്ടിലോട്ട് കൊണ്ട് പോകുന്ന സമയത്ത് ഒരു താലിമാല വഴിയിൽ വെച്ച് കിട്ടി അല്ലേ? അത് കിട്ടിയ ഉടനെ തന്നെ അവൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആളെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് കൊടുത്തു. ആ കാര്യം ഒന്ന് ഷെയർ ചെയ്യാമോ ഞങ്ങളോട് എല്ലാവരോടും? ഞാൻ രാവിലെ സ്കൂളിൽ പോയപ്പോ കണ്ടതാ. അപ്പൊ അങ്ങോട്ട് പോയപ്പോ അത് അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പൊ എടുത്തില്ല. തിരിച്ചു വരുമ്പോൾ അവിടെ കിടന്നോണ്ട് ഞാൻ എടുത്തോണ്ട് പോന്നു. രാവിലെ പോയപ്പോ കണ്ടു, അത് എടുത്തില്ല. അപ്പൊ ഒന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോയാലെന്ന് വെച്ചിട്ട് എടുത്തില്ല. തിരിച്ചു വന്നപ്പോൾ അവിടെ കിടന്നോണ്ട് ഞാനത് എടുത്തിട്ട് പഞ്ചായത്ത് മെമ്പറിന്റെ വീട് കുറച്ചടുത്ത, വീടിന് കുറച്ച് പോയാൽ മതി. അപ്പോൾ അങ്ങനെ അമ്മ വിളിച്ച് പറഞ്ഞാണ് ആ മെമ്പറിനെ. അപ്പോൾ അത് മെമ്പർ ഇങ്ങനെ പഞ്ചായത്തിന്റെ ഗ്രൂപ്പുകളുണ്ടല്ലോ വാർഡ് തിരിച്ച്, അങ്ങനെ ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, ഹോമിയോ ഡോക്ടർ ഷർമിള എന്ന് പറഞ്ഞിട്ട്. ഡോക്ടറിന്റെ കാര്യമായിരുന്നു. ഡോക്ടർ വന്നത് മേടിച്ച് അങ്ങനെയാണ് അത് കൊടുത്തല്ലേ. വേറൊരു പ്രാവശ്യം കൂടെ എന്തോ കിട്ടിയെന്ന് പറഞ്ഞു. അത് 9ാം ക്ലാസ് വെച്ച്. 9ാം ക്ലാസ് വെച്ച് അത് അവിടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ മാലയായിരുന്നു. അത് അവിടെ കിച്ചണിന്റെ സൈഡിൽ കിടന്ന് കിട്ടി. അത് അന്നേരം HM കൊണ്ട് കൊടുത്ത്. ഞാനും വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പോൾ സഹോസ്, ഇതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി നന്മയും സ്നേഹവും ഉള്ള കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാം അത് വേറൊന്നും ചിന്തിക്കാതെ അപ്പം തന്നെ കൊണ്ടേ കൊടുത്തു. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. അത് നല്ലൊരു മാതൃക. നമ്മൾ യുവജനങ്ങൾ ചില നെഗറ്റീവായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും എൽഡയെ പോലെയുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എൽഡ ചേച്ചി പറയുന്നത് കേട്ടോ നിങ്ങൾ അല്ലേ? എൽഡ ചേച്ചി നമുക്കൊക്കെ ഒരു മാതൃകയല്ലേ? നമ്മൾക്കും എല്ലാവർക്കും, ഈ നാട്ടിലെ ലോകത്തിലുള്ള എല്ലാവർക്കും നമ്മൾക്ക് എല്ലാവരും മാതൃകയാണ് എൽഡ ചേച്ചി അല്ലേ? ഇനി നിങ്ങൾ ആ പുറകോട്ട് നോക്കിയേ. ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്കൂള് മാനേജ് ചെയ്യുന്ന FCC സിസ്റ്റേഴ്സാണ്. അവരുടെ വിഷനും മിഷൻ ഗോൾ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അതിനേറ്റവും അവസാനം അവരൊരു പോളിസിയായിട്ട് ക്വാളിറ്റി പോളിസി നിയന്ത്രിക്കുന്നുണ്ട്. ടു ഇൻസ്റ്റിൽ ഇൻ അവർ സ്റ്റുഡൻസ് മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് അക്കമ്പനീഡ് ബൈ അക്കാഡമിക് എക്സലൻസ്. അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഇങ്ങനെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും അല്ലേ കുട്ടികളായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതിലൊരു ഉദാഹരണമാണ് എൽഡ അല്ലേ? ഇവിടുത്തെ ടീച്ചേഴ്സുകളെ പ്രോത്സാഹിപ്പിച്ചില്ലേ? ഇതിന് പ്രത്യേകിച്ച് ഇത് അറിഞ്ഞ സിസ്റ്റേഴ്സ് അവരെന്താ പ്രോത്സാഹനം എന്തോ അറിയാം എന്ന് പറയാമോ? ആനുവൽ ഡേക്ക് വിളിച്ച് എനിക്കൊരു പ്രൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. ആനുവൽ ഡേക്ക് ഇത്രയും സാധാരണ നമ്മൾ എന്ത് ചെയ്യും, സ്പോർട്സിന്, ആർട്സിന് അങ്ങനെയുള്ളവർക്ക് സമ്മാനം കൊടുക്കാറ്. പക്ഷേ എൽഡയെ പ്രത്യേകമായിട്ട് ഇവർ ക്ഷണിച്ച്, ഇവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്ററും ബാക്കിയുള്ളവരോട് ക്ഷണിച്ച് ഒരു നല്ലൊരു പ്രൈസ് അവൾ കൊടുത്തു. അതും നല്ല മാതൃകയാണ്. ഇങ്ങനെയുള്ള നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ നമ്മളുടെ കുട്ടികളിലെ നന്മ പ്രോത്സാഹനത്തിലൂടെ നമ്മൾ വളർത്തണം. അപ്പോൾ അതിനും ഒത്തിരി നന്ദി. അപ്പോൾ എൽഡ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? ഇങ്ങനെയുള്ള നന്മയുടെ പ്രവൃത്തികൾ എല്ലാ മനുഷ്യരിലോട്ട് ചെല്ലട്ടെ. ഒത്തിരി കുട്ടികൾക്ക് എൽഡയുടെ ജീവിതം മാതൃകയാകട്ടെ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ നല്ല കുട്ടികളായിട്ട് വളരണം കേട്ടോ. നിങ്ങളെല്ലാം നന്മയുള്ളവരാണ്. ആ നന്മ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. ഓക്കെ? അപ്പോൾ നിങ്ങൾ ഈ നന്മയുടെ സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എൽഡയ്ക്ക് പ്രത്യേകം നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് സഹോസ് പറഞ്ഞാലോ? ഹായ്.